വെൽക്കം ടു മൈ റൊട്ടീൻ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ വീഡിയോസൊക്കെ ആയിട്ട് കുറേ ദിവസമായിട്ട് വന്നിട്ട് അപ്പോൾ ഇന്നൊരു ചെറിയൊരു വ്ളോഗായിട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ടാക്കൊണ്ടേ. അങ്ങനെ മുറ്റടിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ ഈ ഒരു സൈഡ് ഭാഗത്തായിട്ട് കുറച്ച് തേങ്ങ കടുപ്പുണ്ടായിരുന്നു. ഇത് കൊണ്ടുവന്നിട്ട് കുറച്ച് ദിവസമായി. അത് എടുത്ത് വെക്കാനായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ മുകളിൽ ഉമ്മ ആടിനുള്ള ഇല കൊണ്ടുവന്ന് വെച്ചതും എല്ലാം കൂടെ ആകെ ഒരു കച്ചറ കെട്ടി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് വൃത്തിയാക്കാനായിട്ട് നിൽക്കുകയാണ്. ആദ്യം ഇത് വൃത്തിയാക്കിയിട്ട് വേണം മുറ്റടിക്കാനായിട്ട്. ഇത് ഞാൻ വയ്യാത്തതുകൊണ്ട് അങ്ങനെ വെച്ചതായിരുന്നു കേട്ടോ. തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഇനി ഇത് ചെയ്തിട്ട് തല അധികം വിയർത്തിട്ട് മാറാതിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മനഃപൂർവ്വം മാറ്റി വെച്ചതായിരുന്നു. ഇപ്പോൾ കുറച്ചൊക്കെ ആശ്വാസമായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഒഴിവ് ദിവസം കിട്ടും കൂടെ ചെയ്തപ്പോൾ വൃത്തിയാക്കാനായിട്ട് നിന്നതാണ്. ഇതിപ്പോൾ ഞാനൊരു ഞായറാഴ്ച എടുത്ത വീഡിയോസാണ് കേട്ടോ. കുട്ടികളൊന്നും സ്കൂളിലേക്ക് പോകാനില്ലാത്തൊരു ദിവസം നോക്കിയിട്ട് വൃത്തിയാക്കാനായിട്ട് നിന്നതാണ്. അവർക്ക് സ്കൂളിൽ പോകാനുള്ള ദിവസം ഇതിന് നമുക്ക് നിൽക്കാനൊന്നും കൂടില്ല കേട്ടോ. രാവിലെ ആണല്ലോ നമ്മളിപ്പോൾ മുറ്റടിക്കാനൊക്കെ നിൽക്കുക. അപ്പോൾ ആ ഒരു ടൈമിൽ ഇത് വൃത്തിയാക്കാനായിട്ടുള്ള ടൈം കിട്ടൂല. പിന്നെ നല്ലോണം വെയിൽ വന്നിട്ടുണ്ടാവും മുറ്റത്ത്. അപ്പോൾ ഈ ഒരു വെയിലും കൊണ്ട് കണ്ടത് ചെയ്യൽ നടക്കില്ല വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെക്കും. അപ്പോൾ സ്കൂളില്ലാത്തൊരു ദിവസം ഇതിനായിട്ട് നിന്നാണ്. തേങ്ങ ഉമ്മാൻ്റെ പറമ്പിൽ നിന്ന് കൊണ്ടുവന്നാണ്. അപ്പോൾ കൊണ്ടുവന്ന പാട് വണ്ടിയിൽ നിന്ന് ഫ്രണ്ടിൽ തന്നെ തട്ടിയതാണ്. അത് ബാക്ക് സൈഡിൽ കൊണ്ടുപോയിടാൽ നടക്കില്ല, വണ്ടി കൊണ്ട് കൊണ്ടുപോകൽ നടക്കില്ല. പിന്നെ അങ്ങനെ ഇങ്ങനെ അർബാനയിൽ കൊണ്ടുപോയിട്ട് കൂട്ടലാണ് കേട്ടോ. പച്ചത്തേങ്ങ ആയതുകൊണ്ട് ഉണങ്ങി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഷീറ്റിട്ട് മൂടിയതായിരുന്നു. പിന്നെ ഉണങ്ങണതിൻ്റെ മുന്നേ അതിൽ നിന്ന് വിൽക്കണം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മ. പകുതി വിറ്റ് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് അങ്ങനെ കിടക്കുകയായിരുന്നു. പിന്നെ ഇന്നത് എടുത്ത് വെച്ചിട്ട് തന്നെ ബാക്കി കാര്യം. എന്നിട്ട് അവിടെ നിന്ന് വൃത്തിയൊക്കെ എടുക്കും വേണം. ഫ്രണ്ടിൽ ആകെ കച്ചറ കെട്ടി കിടക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. നമ്മളിത് എത്ര വൃത്തിയാക്കിയിട്ടും കാര്യമൊന്നുമില്ല. വൃത്തിയാക്കിയിട്ട് ഒരു 2 ദിവസം നല്ലപോലെ കണ്ടാൽ കണ്ടു, 3ാമത്തെ ദിവസം വീണ്ടും കച്ചറ കിടന്നിട്ടുണ്ടാവും. ഇതിപ്പോൾ ആടുകളും തറകളും കോഴികളൊക്കെ ഉണ്ടാവണതുകൊണ്ട് എന്ത് നമ്മൾ വൃത്തിയാക്കിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഈ ആടുകളായാലും ചുള്ളലും ആയിട്ട് എപ്പോഴും ഫ്രണ്ടിൽ അവിടെ ആയിട്ട് കിടപ്പുണ്ടാവും. പിന്നെ നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമുക്ക് വൃത്തിയാക്കില്ലാണ്ട് വേറെ മാർഗ്ഗമില്ല. നമുക്ക് വൃത്തിയായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ വൃത്തിയാക്കി തന്നെ വേണം. നമുക്ക് വയ്ക്കണ കാലത്ത് നമ്മൾ വൃത്തിയാക്കുക, അത്രേ നടക്കുകയുള്ളൂ. വെയ്യാണ്ടാവുമ്പോൾ എങ്ങനെയായാലും ഇതൊന്നും നമ്മളെ കൊണ്ട് വൃത്തിയാക്കൽ നടക്കുകയുണ്ടാവില്ല. അപ്പോൾ വയ്ക്കണ കാലത്ത് നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ട് ജീവിക്കുക. എന്നാൽ നല്ല വൃത്തിയായിട്ടുള്ള പരിസരവും വീടുമായിട്ട് നമുക്ക് കാണാൻ കഴിയൂട്ടോ എപ്പോഴും. അങ്ങനെ തേങ്ങ കൊണ്ടുവന്ന് കോഴിക്കൂടിൻ്റെ മുകളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വാർപ്പിൻ്റെ കോഴിക്കൂടായതുകൊണ്ട് മുകളിൽ എന്ത് വെയിറ്റ് ഉള്ളതിട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തേങ്ങ ഞങ്ങളിപ്പോൾ മുറ്റത്ത് കൂട്ടാണ്ട് അങ്ങനെ കോഴിക്കൂടിൻ്റെ മുകളിൽ ഇടലാണ്. ആദ്യമൊക്കെ വറുക് പെരയിലായിരുന്നു ഇട്ടത്. പിന്നെ വറുക് പെര ചെതൽ പിടിക്കാൻ തുടങ്ങിയതുകൊണ്ട് തേങ്ങ വറുക് പെരയിൽ വെക്കാതായി. തേങ്ങയും ഓലയൊന്നും ഇപ്പോൾ വറുക് പെരയിൽ വെക്കാറില്ല കേട്ടോ. ഒക്കെ പുറത്ത് വെക്കാറാണ്. ഓലയും തേങ്ങയും വെച്ചാൽ പെട്ടെന്ന് ചെതൽ കയറുക. അപ്പോൾ ആ രണ്ടും പുറത്ത് വെക്കും. പിന്നെ വിറക് ചകിരി അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമാണ് കേട്ടോ അപ്പോൾ വിറകും പെരയിൽ വെക്കാറുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഇലച്ചിലുണ്ടല്ലോ തേങ്ങ ഉണ്ടാവണ കോല, അത് വിറകും പെരയുടെ മുകളിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. വിറകും പെരയുടെ ഉള്ളിലേക്കെല്ലാം മുകൾക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അവിടെ കിടന്നിട്ട് വെയിലും മഴ എന്താ വെച്ചാൽ കൊണ്ടിട്ട് നല്ലോണം ഉണങ്ങും. അത് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം എടുത്തിട്ട് കത്തിക്കാറാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ തേങ്ങ ഇടുമ്പോഴും ഇതുപോലെ പറമ്പിൽ നിന്ന് തേങ്ങ കൊണ്ടുവന്നാലൊക്കെ അതിൻ്റെ ഇലച്ചിൽ ഫുള്ള് മുകൾക്കാണ് ഇട്ട് കൊടുക്കാറ്. എന്നാൽ പിന്നെ അത് വിറകും പെരയിൽ ഒതുങ്ങാണ്ട് ഇങ്ങനെ ചെറപ്പറാച്ചിട്ട് ഇങ്ങനെ കിടക്കൂലല്ലോ. അതിൻ്റെ മുകൾക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉണങ്ങിയതിന് ശേഷം അവിടെ നിന്ന് നേരെ കത്തിക്കുക, അത്രേ ഉള്ളൂ ഇട്ടുണ്ടാവാറ്. നല്ല ഉണങ്ങി കിട്ടും. അപ്പോൾ വേഗം പെട്ടെന്ന് തന്നെ കത്തി കിട്ടും ചെയ്യുമല്ലോ. അങ്ങനെ തേങ്ങയും തേങ്ങാക്കോലൊക്കെ കൊണ്ടുപോയി വെച്ചതിന് ശേഷം പിന്നെ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് നിന്നായിരുന്നു. മുറ്റടിക്കുമ്പോൾ ആദ്യം അതിൻ്റെ മുകളിലുള്ള ഇലകൾ പെറുക്കിയിട്ട് വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഉമ്മക്ക് അടിഞ്ഞു കൊടുക്കാനുള്ളതാണ്. ഉമ്മ ഉണക്കി എടുക്കുന്നതാണ്. ഇവിടുത്തെ ആടുകൾ പ്രത്യേക സ്വഭാവം കേട്ടോ. പച്ചയില കഴിക്കണേക്കാട്ടിലും ഇഷ്ടം അവർക്ക് പ്ലാവില ഉണങ്ങിയത് കഴിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉമ്മ ഉണക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അത് കാരണമാണ് മുറ്റത്തിങ്ങനെ ഇല കൂടുതൽ കിടക്കുന്നത്. അപ്പോൾ ഉമ്മ മഴ പെയ്യുന്ന ടൈമിൽ ഈ ഷീറ്റിൻ്റെ ചോട്ടൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കും. അതങ്ങനെ അവിടെ കിടന്ന് ഇല കുടഞ്ഞതാണ്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് ഒരു ഡാർപ്പായലേക്ക് കൂട്ടിയിട്ട് ആട്ടുംകൂടിൻ്റെ സൈഡിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി വന്ന കച്ചറകളൊക്കെ മാറ്റി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ആയിട്ടേനും മെറ്റലുള്ള ഭാഗത്ത് മുറ്റടിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുള്ളത്. മെറ്റലുള്ള ഭാഗം മുറ്റടിക്കാനായിട്ട് ഭയങ്കര റിസ്ക് കേട്ടോ. അപ്പോൾ അത് ഫസ്റ്റ് ഞാൻ ചെയ്തെടുക്കില്ല. അത് ഫസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളാകെ കുഴഞ്ഞു പോകും. ഊരൊക്കെ വേദനയായിട്ട് നിൽക്കില്ല കേട്ടോ. അപ്പോൾ കട്ടയിട്ട ഭാഗം മുഴുവനായിട്ട് അടിച്ചു വരിയിട്ട് ലാസ്റ്റ് മെറ്റലുള്ള ഭാഗം അടിച്ചു വരാനായിട്ട് മാറ്റി വെക്കും. പിന്നെ ഇത് റംബൂട്ടാൻ്റെ ചോട്ടിലാണ് ഈ ഒരു കച്ചറ കൂടിയിട്ടുള്ളത്. നല്ലോണം ഇലപ്പൊഴിയും റംബൂട്ടാൻ്റെ. അപ്പോൾ അവിടെ അടിച്ചു വാരി എടുക്കാൻ ഒരുപാടുണ്ടാവും. അങ്ങനെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അരി കഴുകാനായിട്ട് നിന്നാണ് കേട്ടോ. ഇന്ന് അരി കഴുകാനും മുളക് കഴുകാനൊക്കെ ഉണ്ട്. അപ്പോൾ അരി മുളകൊക്കെ കഴുകാൻ വരുന്നതിൻ്റെ മുന്നേ ഞാൻ ഈ കൊട്ടത്തളം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴുകണ ഭാഗം നല്ല വൃത്തിയാണ് കേട്ടോ.
എന്നാലേ എനിക്ക് അവിടെ നിന്നിട്ട് കഴുകാനായിട്ട് തോന്നുള്ളൂ. വൃത്തിയായി കഴിഞ്ഞിട്ടല്ല, ഈ താറാവുകളൊക്കെ ഉണ്ടാകുമ്പോഴേ ഈ കൊട്ടത്തളം അങ്ങനത്തെ സംഭവങ്ങളൊന്നും വലിയ വൃത്തിയായിട്ട് കിടക്കില്ല. എപ്പോഴും വൃത്തിയാക്കി ഇട്ടിരിക്കുക തന്നെ വേണം. കൊട്ടത്തളം കഴുകണതൊന്നും വീഡിയോയിൽ കാണിക്കുന്നത് ഞാൻ മാക്സിയൊക്കെ വലിച്ച് കുത്തിയിട്ട് മുണ്ടൊക്കെ ബാക്കി ചുരുട്ടി കെട്ടിയിട്ടാണ് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വീഡിയോയിൽ കാണണ്ട വിചാരിച്ചിട്ട് വീഡിയോ എടുക്കാതിരുന്നതാണ്. പിന്നെ അരി റേഷൻ കടയിൽ നിന്ന് വാങ്ങിയതായിരുന്നുകൊണ്ട് നല്ല കച്ചറുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം തെളിയണ വരെ കഴുകണുണ്ട്. ഞാനിത് ആകെ 2-3 ഭാഗം മാത്രമേ കാണിക്കണുള്ളൂ കേട്ടോ. ഒരുപാട് നേരം ഇതിങ്ങനെ കാണിച്ചും കൂടി ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആകെ 2-3 പ്രാവശ്യം കഴുകണതേ കാണിക്കണുള്ളൂ. 4-5 പ്രാവശ്യമായിട്ട് കഴുകിയിട്ടാണ് കേട്ടോ വെള്ളം ഒരു ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. നല്ല കച്ചറുണ്ടായിരുന്നു. ഞാൻ കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് അരിപ്പയിലൂടെ കോരിയിട്ട് മുറത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പൊടി കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, കഴിയാനേക്കണ്. 2 ദിവസം കൂടെ ഉണ്ടാക്കാനുള്ള പൊടിയുണ്ട്. എന്നാലും കഴിഞ്ഞിട്ട് നമ്മൾ കഴുകി ഉണക്കിയിട്ട് പൊടിപ്പിക്കണേക്കാട്ടിലും നല്ലത് കഴിഞ്ഞതിൻ്റെ മുന്നേ തന്നെ അരിയൊക്കെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കഴുകി ഉണക്കി എടുക്കുന്നതാണ്. അപ്പോൾ ഇത് അധികമൊന്നുമില്ല കേട്ടോ, ഒരു 6 കിലോനോ 7 കിലോനോ അങ്ങനെ എന്തോ ഉള്ളൂ. ഇത് ഞാൻ 2-3 തവണയായിട്ട് വെള്ളത്തിലിട്ടിട്ട് വെള്ളപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസ് ആണിട്ടത്. പിന്നെ ഇതിലേക്ക് തികച്ച് വാങ്ങാനായിട്ട് പോയിട്ടില്ല. പോകുമ്പോൾ അത് ഇനി വേറെ മേടിക്കണമെങ്കിൽ ഒരു 10 കിലോനെ ഒരുമിച്ച് വാങ്ങിയിട്ട് പൊടിപ്പിക്കാമല്ലോ. അപ്പോൾ ഉള്ളത് ഇപ്പോൾ ഞാൻ വേഗം അങ്ങോട്ട് കഴുകി ഉണക്കി എടുക്കുകയാണ്. നല്ല വെയിലുണ്ട്, അപ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യുമല്ലോ. ഞാൻ അരി ഉണക്കാനായിട്ട് ഡാർപ്പായാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ തുണി വിരിച്ചിട്ടാണ് ഉണക്കിയെടുക്കാറ്. ഇന്നിപ്പോൾ ഞാൻ 2 തുണിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഡാർപ്പായക്ക് ചെറിയ ഓട്ടകളൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ തേങ്ങ ഇട്ടിട്ട് മെറ്റിൽ കൂടെ വലിച്ചിട്ടൊക്കെ അതിൽ ഓട്ട വന്നു കേട്ടോ തേങ്ങ ഉണക്കുമ്പോൾ. അതിൻ്റെ മുകളിൽ ഞാനൊരു തുണി വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു തുണി വിരിച്ചിട്ടാണ് ഈ അരി ഉണക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ അരി ഉണക്കണ തുണി ഡബിൾ തുണിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ലെയർ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ഇതിന് അരി പരത്തിയതിന് ശേഷം അതിൻ്റെ മുകൾക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. എന്നാൽ പിന്നെ വെയിൽ നേരിട്ടിട്ട് അരി കൊള്ളൂല. നേരിട്ടിട്ട് അരി വെയിൽ ഫുള്ള് കൊണ്ടെടുത്താൽ അരിപ്പൊടിക്ക് ഒരു സ്മെല്ലുണ്ടാവും കേട്ടോ, വെയിലിൻ്റെ സ്മെല്ലുണ്ടാവും. ആ ഒരു സ്മെല്ല് ഉണ്ടായാൽ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുണിയിട്ട് മൂടും. പിന്നെ നമ്മൾ മേലെ കൂടെ പറന്ന് പോണ കാക്കയും കിളികളൊന്നും അപ്പിട്ടാലും ഇതിൽ കാര്യയിലേക്കാവൂലല്ലോ, തുണിയുടെ മുകളിലേക്കല്ലേ വരുള്ളൂ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ പുളിയുടെ ഇല അങ്ങനത്തെ ഒക്കെ പാറി വരും. അപ്പോൾ അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മുകളിൽ എപ്പോഴും തന്നെ തുണിയിട്ട് മൂടിയിട്ടാണ് അരി ഉണക്കാറ്. പിന്നെ അതിൻ്റെ താഴെ തന്നെ ഇതാ മുളകും കൂടെ ഉണക്കിയെടുക്കുക കേട്ടോ. ഇങ്ങനെ തന്നെയായിട്ട് ഞാൻ ഗോതമ്പും കഴുകിയിടാറ്. ഇങ്ങനെ ഉണക്കി കഴിഞ്ഞ ശേഷം അതിൻ്റെ മുകളിലൊരു തുണി ഇട്ടിട്ട് തന്നെയാണ് ഗോതമ്പും കഴുകിയെടുക്കാറ്. പിന്നെ മല്ലി മുളകും മഞ്ഞളൊന്നും അങ്ങനെ തുണിയിട്ട് മൂടാറില്ല കേട്ടോ. പിന്നെ എന്താ മുളകും കൂടെ കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ വേറെടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒന്നാകെ കൊട്ടിയിട്ടല്ല പരത്തി കൊടുക്കണത്. വേറിട്ട് കൊടുത്താൽ ഇങ്ങനെ വിട്ട് കിടന്നോളും. ഒട്ടിപ്പിടിച്ചിരുന്നാലും ഉണങ്ങി കിട്ടാൻ ഭയങ്കര പ്രയാസക്കാരം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടിങ് കൂടെ ചെയ്യണേ.